കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനൊക്കെ പോയി കോഴിക്കോട് ബീച്ചിലെ തീക്ഷ്ണമായ വെയിലെല്ലാം കൊണ്ട് അല്പം ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. എങ്കിലും ഈ ദിവസം ചിലത് പറയണമെന്ന് തോന്നി. അതിന് കാരണം ഇന്നലെ നവമാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്തയും ആ വാർത്തയുടെ അനുരണനങ്ങളായ കാര്യങ്ങളുമാണ്. എൻ്റെ യുക്തിവാദി സുഹൃത്തായിട്ടുള്ള ഡോക്ടർ ആരിഫ് ഹുസൈൻ്റെ മാതാവ് മരണപ്പെടുകയുണ്ടായി. ആ മരണത്തെ ലോകത്തെ അറിയിച്ചുകൊണ്ട് ആരിഫ് ഹുസൈൻ നവമാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഇട്ട കുറിപ്പ്, ആ കുറിപ്പിലെ വിമർശനത്തിൻ്റെതായിട്ടുള്ള അല്പം പ്രകോപനപരമായ ഭാഷ, ആ ഭാഷയോട് മതജീവികൾ എടുത്ത നിലപാട്, ഒരു മരണത്തെ പിൻപറ്റിയാണെങ്കിൽ കൂടി ഒരു അനുശോചനം രേഖപ്പെടുത്തേണ്ട ഒരു കുറിപ്പാണെങ്കിൽ കൂടി അതുമാത്രമാണ് അവിടെ സാങ്കത്യമുള്ളൂ. പക്ഷെ അതിൽ കവിഞ്ഞ് ആ അനുശോചന സന്ദേശം എഴുതേണ്ട സ്ഥലത്ത് ആളുകൾ എഴുതി വെച്ച വാചകങ്ങൾ, ആ വാചകങ്ങളും അതിൻ്റെ പിന്നീട് ആരിഫ് ഹുസൈൻ പിന്നീട് എഴുതിയ ഒരു വലിയ ടച്ചിങ് ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു കുറിപ്പും, ഇതൊക്കെയാണ് എന്നെ ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ മതവിശ്വാസങ്ങൾ സ്വീകരിക്കാൻ, പുലർത്താൻ, കൊണ്ടു നടക്കാൻ, ആ മതവിശ്വാസങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഭരണഘടനാനുസൃതമായ ഒന്നാണ്. ആ രൂപത്തിലാണ് നമ്മുടെ രാഷ്ട്രശില്പികൾ ഭരണഘടനയെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു മതവാദിക്കുണ്ടാകുന്ന സ്വാതന്ത്ര്യം, അല്ലെ മതവാദിക്കുള്ള സ്വാതന്ത്ര്യം ഒരു മതവിശ്വാസി അല്ലാത്ത ഒരാൾക്കുണ്ടോ നമ്മുടെ സമൂഹത്തിൽ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം ഇല്ല എന്നുള്ളതാണ്. ഒരു മേഖലയിലുമില്ല. അയാൾ എപ്പോഴും എന്താണ്, ഒരു സാമൂഹിക ബഹിഷ്കൃതനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് പലപ്പോഴും സമൂഹം പരിഗണിക്കുക. അതിനുള്ള മുഖ്യ കാരണം മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ഏതെങ്കിലും മതങ്ങളോട് ഒട്ടി നിൽക്കുന്ന ഒരു സമൂഹമായതുകൊണ്ടാണ്. അതായത് ഭൂരിപക്ഷമാണ് സാമൂഹിക മതമൂല്യങ്ങളെ മാത്രമല്ല സാമൂഹിക രാഷ്ട്രീയ മൂല്യങ്ങളെ പോലും തീരുമാനിക്കുന്നത് എന്നത് കാരണമാണ് ഈ ഒരു ബഹിഷ്കൃതാവസ്ഥ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ആരിഫ് ഹുസൈൻ്റെ കേസിൽ തൻ്റെ മകനെ മതവിമർശകനായതുകൊണ്ട് മാത്രം ത്യജിക്കുന്ന ഒരു മാതൃത്വം എന്നുള്ളത് വ്യക്തിപരമായി എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം മാതൃസ്നേഹം എന്നുള്ളത് ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായ ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിലുപരിയായിട്ടുള്ള ഒരു ദൈവികമായ എലമെൻ്റ് മാതൃത്വത്തിലും മാതൃസ്നേഹത്തിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മകൻ കൊള്ളക്കാരനായാലും കൊലപാതകിയായാലും എന്ത് തന്നെയായാലും ഒരു അമ്മയ്ക്ക് മകനല്ലാതാവുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ചില ഭീകരവാദ കേസുകളിലെല്ലാം പിടിക്കപ്പെട്ട മക്കളെ ചില അമ്മമാർ തള്ളിപ്പറയുന്നത് നമ്മൾ കാണാറുണ്ട്.
പക്ഷേ എങ്കിൽ കൂടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വന്തം മക്കളോട് ഒരു മമത ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് വളരെ ജൈവികമായ ഒന്നാണ്. എല്ലാ ജീവികളിലും അതുണ്ട്. നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് ആ ഒരു പരിരക്ഷയുടെ അളവ് കുറയും എന്നുള്ളൂ. അവരുടെ സ്നേഹത്തിൻ്റെ തോതൊന്നും ഒരിക്കലും കുറയില്ല. നേരെ മറിച്ച് അവരുടെ പരിരക്ഷയുടെ അളവ് കുറയും. അവരെ കുറച്ചുകൂടി നമ്മളെ സ്വതന്ത്രരാക്കും. അത് കൂടുതൽ ചിറകുകൾ മുളയ്ക്കാനും കൂടുതൽ ഉയരത്തിൽ പറക്കാനും വ്യക്തികൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സംഭവം പതിവ് പോലെ ഒരു ചെറിയ ഒരു കഥയുടെ രൂപകമെടുത്ത് എങ്ങനെ പറയാമെന്നുള്ള ഒരു ചെറിയ അറ്റംപ്റ്റാണ് ഞാനിവിടെ നടത്തുന്നത്. കഥയുടെ പേര് ബഹിഷ്കൃതൻ. ഇത് അയാളുടെ ആദ്യ വിച്ഛേദനമല്ല മാതൃശരീരത്തിൽ നിന്ന്. പൊക്കിൾക്കൊടി ഛേദനത്തിൽ തുടങ്ങിയതാണ്. താലോലിക്കുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴും രണ്ട് ശരീരം രണ്ട് സാധ്യതകളാണ്. മുലഞ്ഞെട്ടുകളിൽ തൊട്ട് കറക്കുമ്പോഴും അമ്മിഞ്ഞപ്പാലിൻ്റെ ആസ്വാദ്യതയ്ക്ക് അപ്പുറത്ത് മസ്തിഷ്കം ചിന്തകൾക്ക് തീ കൊളുത്തിയിരുന്നു. അവനിൽ പുതിയ പ്രപഞ്ചം വിരിഞ്ഞു തുടങ്ങിയിരുന്നു. കാലം ആ വികാസത്തിന് സാക്ഷിയാണ്. ആ വികാസം വ്യക്തിയാന്തര സംഘർഷങ്ങളുടേത് കൂടിയാണ്. സമുദായത്തെ ത്യജിച്ച ഒരമ്മയ്ക്ക് മകനും ഇടയിൽ അത്തരം സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടോ? വിനോദ് ഒരു പഠിതാവ് എന്ന നിലയിലാണ് മിഥുനോട് ആ ചോദ്യം ചോദിച്ചത്. സംഘടിത മതങ്ങളിൽ വ്യക്തിഗത സ്വാതന്ത്ര്യം കുറവാണ്. അതായത് സ്വയം തിരഞ്ഞെടുപ്പുകൾ എന്നൊന്നില്ല. മതം ചെയ്തു വെച്ച പ്രോഗ്രാം അനുസരിച്ച് വേണം ജീവിക്കാൻ. ഡോക്ടർ ആരിഫ് ഹുസൈൻ്റെ കേസ് സോഷ്യൽ മീഡിയയിൽ വായിച്ചില്ലേ? വിമർശകനായ മകനെ അമ്മ തള്ളിക്കളയുന്നു. അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത വിധം ആ ബന്ധത്തിൽ വിടവുണ്ടാകും. വിനോദ് പറഞ്ഞു, ശരിയാണ്, ആ കേസ് ഞാനും ഫോളോ ചെയ്തിട്ടുണ്ട്. വിനോദ് തുടർന്നു, മാതൃത്വം ഇഹലോകത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. അതിനെ സ്വർഗതുല്യമാക്കേണ്ടത് അവരവരുടെ കടമയാണ്. പരലോകം സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ അതിനൊരു ബാധ്യതയാവരുത്. മിഥുൻ, ദൈവവിശ്വാസത്തെ പരീക്ഷിച്ച ഘട്ടത്തിൽ പോലും പിതാവിനൊപ്പമല്ല മകനൊപ്പമാണ് ദൈവം നിന്നത്. സംഘടിത മത ദാർശനികതയിൽ വിശ്വാസത്തോടുള്ള അന്ധമായ ചേർന്ന് നിൽക്കൽ എന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ മതവിശ്വാസി എന്ന നിലയിൽ അവർ കൊടുക്കുന്ന സിഗ്നൽ പ്രതിലോമപരവും അപകടം നിറഞ്ഞതുമാണ്. മതവിശ്വാസിയുടെ ഉള്ളിൽ അവിശ്വാസിക്കും അവിശ്വാസിയുടെ ഉള്ളിൽ വിശ്വാസിക്കും സൗഹൃദപരമായ ഇടം ഉണ്ടാകണം. ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ്. മിഥുൻ പറഞ്ഞു. ആരിഫ് ഹുസൈൻ്റെ കേസ് ഒറ്റപ്പെട്ടതല്ല. സംഘടിത മതവിമർശകർ എല്ലാം നേരിടുന്ന സാമുദായിക ബഹിഷ്കരണത്തിൻ്റെ ഒരു ഏട് മാത്രമാണ്. പക്ഷേ ഒരു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം എന്നത് പ്രത്യയശാസ്ത്ര അതീതമാണ്. കാരണം ഒരു സ്ത്രീയും മതജീവിയല്ല പ്രസവിക്കുന്നത്. മതം മനുഷ്യർ പിന്നീട് സ്വീകരിക്കുന്നതാണ്. അതെ, ആദ്യം സംഭവിക്കുന്ന മാതൃത്വത്തെക്കാൾ വലുതല്ല പിന്നീട് സ്വീകരിക്കുന്ന മതം. വിനോദും മിഥുനും ആരിഫ് ഹുസൈൻ്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തു. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ സന്ദർഭത്തെ ഒരു കഥയുടെ രൂപമെടുത്ത് ഒന്നുകൂടി പറയാനാണ് ഞാനിവിടെ ശ്രമിച്ചിട്ടുള്ളത്.